അങ്ങനെ ഗുണ്ടായസത്തിനും കീഴടങ്ങാക്കില്ല. ഗുണ്ടായസമൊക്കെ അവസാനിച്ചു. താഴെയിട്ടു നിലത്ത് വലിച്ചിട്ട് ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ സമരത്തിനുണ്ടായത്. അല്ലാതെ അല്ല, മേയറുടെ എൻ്റെ കാലിന് നല്ല പെയിനുണ്ട്, എന്താണെന്ന് നോക്കണം. എന്നേക്കാൾ കൂടുതൽ പേർക്ക് മറ്റുള്ള കൗൺസിലർമാർക്കുണ്ട്. അങ്ങനെ മേയറുടെ ഓഫീസിൽ ജനങ്ങൾക്ക് കയറാൻ പാടില്ല, മേയർക്ക് കയറാൻ പാടില്ല, ഡെപ്യൂട്ടി മേയർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പാടില്ല തീരുമാനിക്കവരാരാ? ഇല്ല. അങ്ങനെ എന്തേ നിങ്ങൾ കണ്ടില്ലേ, രാവിലെ 10 മണി മുതൽ ഇവിടെ വന്ന ആൾക്കാരെ മുഴുവൻ അവർ തടയില്ലേ? എന്നെ മാത്രമല്ലല്ലോ, 10 മണി മുതൽ പാവപ്പെട്ട ആൾക്കാർ അപേക്ഷയും കൊണ്ട് മേയറെ കാണാൻ വരുമ്പോഴേക്കും മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല. എൻ്റെ റൂമിൽ ആർക്കും കയറാം, ഏത് സമയം തുറന്നിട്ടിരിക്കാനുള്ള. ഇത് പൂട്ടാറില്ല. സ്റ്റാഫിന് വരാം, ജനങ്ങൾ വന്ന് ഇവിടെ ഇരിക്കും. ഞാൻ വരുമ്പോൾ അവർക്ക് ആർക്കും ഇവിടെ വരാൻ പാടില്ല. അവരെല്ലാം ഭയപ്പെടുത്തി വിടുകയാണ്. ആരാണ് ഇവിടെ? അല്ല, അങ്ങനെ പുറകിലുള്ള കയറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആളെ നോക്കിയാൽ മതി. മുമ്പത്തെ കയറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ? മുമ്പത്തെ കയറ്റിലൂടെ കടന്നില്ലേ? അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ? ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചത്, അതൊക്കെ AK സെൻറ്ററിൽ പോയി പറഞ്ഞാൽ മതി. ഓ, പരിക്കേറ്റം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. സംഭവിച്ചത് എന്താണെന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവരെ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക. മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണോ? എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, 2 സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. ഈ റോഡിൻ്റെ 2 സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് നടക്കൂ? അതൊക്കെ അവരുടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. അത് നടക്കില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മേയറുടെ ഓഫീസിൽ ഒരു ദിവസം പോലും മേയറെ കയറാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങളിവിടെ സമരം നടത്തിയതിൻ്റെ റെക്കോർഡുകൾ കാണിക്കൂ. നിങ്ങളൊരു വിഷയമുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടില്ല. മേയർ ഓഫീസിൽ കയറാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളങ്ങ് നടത്തിയിട്ടുമില്ല. പിന്നെ മേയറുടെ കസേര ഡോറിൻ്റെ മുമ്പിൽ കസേര എടുത്തിട്ടിട്ട് അവരിരിക്കുകയും രാവിലെ മുതൽ വന്നു പോകുന്ന ആൾക്കാരെയൊക്കെ തന്നെ പേടിപ്പിച്ച് വിടുകയും ചെയ്യുന്നത് അങ്ങനെയല്ലേ? എനിക്ക് രാവിലെ 2 ചടങ്ങുള്ളതുകൊണ്ട് 9:30 ഇവിടെ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേക്കും ഓഫീസിൽ കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറ്റില്ല. ജനാധിപത്യ സമരം ചെയ്തു ഒരു കാരണവശാലും അല്ല. അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. മേയർ കയറുമ്പോൾ അവിടെ ഉന്തും തള്ളുമുണ്ടായി, മേയർക്ക് തന്നെ ചെരുപ്പ് നഷ്ടപ്പെട്ടു, കാലിന് വേദനയുണ്ടെന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയ സംഘർഷത്തിന്റെ സാഹചര്യം തന്നെയാണ് പുറത്തുണ്ടായത്. പുറത്തും ബഹളം തുടരുന്നുണ്ട്. ഹരിമോഹൻ അവിടെയുണ്ട്. ഹരി, ഇപ്പോൾ കോർപ്പറേഷന് പുറത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോൾ എന്താണ് സാഹചര്യം? സ്മൃതി, നേരത്തെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷം, അതിൽ നിരവധിയായിട്ടുള്ള LDF പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരെ ഇപ്പോൾ കോർപ്പറേഷന് പുറത്ത് നിർത്തിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ. അതായത് ഈ സമരം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല, പക്ഷേ ഇതിനോടകം തന്നെ കൗൺസിലർമാർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് വനിതാ കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോലീസ് വാഹനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഒന്നിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് ചിലർ കുഴഞ്ഞു വീഴുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. അതായത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ അകത്ത് മേയറുടെ ചേംബറിന് പുറത്ത് വലിയ സ്ഥലമൊന്നുമില്ല. ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത് എന്നുള്ളതുകൊണ്ട് ഒട്ടേറെ പേർക്ക് ഇത്തരത്തിൽ ശാരീരികമായ അസ്വസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം പക്ഷേ അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അതായത് മേയർ ചേംബറിനകത്തേക്ക് കയറിയെങ്കിൽ പോലും ആ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. കോർപ്പറേഷന് മുമ്പിൽ ആ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ഒരു വാഹനത്തിൽ, കോർപ്പറേഷന്റെ വാഹനത്തിൽ തന്നെ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരാളെ ഓട്ടോയിൽ കുറച്ച് മുമ്പ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇങ്ങനെ ഒന്നിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശാരീരികമായി അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചിലരവിടെ കുഴഞ്ഞു വീഴുന്നതടക്കം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. മേയറുടെ ചേംബർ തൊട്ടു പുറത്ത് പോലും അങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരു പ്രശ്നം, സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് കണ്ടത്. മെഡിക്കൽ കോളേജ് കൗൺസിലർ, കാട്ടായിക്കോണം കൗൺസിലർ ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളെ കൂടി വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്. ശാരീരികമായി വലിയ തോതിൽ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ കൂടിയുണ്ട്. 3 പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ഇപ്പോൾ പോകുന്നത്. 3 പേരും വനിതാ കൗൺസിലർമാരാണ്. മെഡിക്കൽ കോളേജ് കൗൺസിലർ അടക്കമുള്ള 3 പേരാണ്, സിന്ധു അടക്കമുള്ള 3 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഓട്ടോയിലും ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്തായാലും LDF സമരവുമായി ഇതിനു മുൻപിൽ തന്നെ നിലയുറപ്പിക്കും എന്നുള്ളത്
തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ ഒരു കാരണവശാലും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളത് കൂടി. അതായത് ഈ കോർപ്പറേഷന് മുമ്പിൽ സമരപന്തൽ കെട്ടിക്കൊണ്ട് ദിവസങ്ങളോളമായി LDF സമരം നടത്തിയിരുന്നു. ആ സമരം ആണ് ഇന്നിപ്പോൾ മേയറുടെ ചേംബറിനകത്തേക്ക് കയറുകയും ശരി ഹരിമോഹൻ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലെ നാടകീയ സംഭവവികാസങ്ങളുടെ വിശദാംശങ്ങളാണ് ഹരിമോഹനും സുനിഷ് അയലൂരും നൽകിക്കൊണ്ടിരുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.